ശിവേ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ സുമിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രക്ഷയെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മാനസാന്തരത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിന് കാരണം ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഉടനെ രക്ഷിക്കപ്പെട്ടവരിയ്ക്കുന്നു, ഇപ്പോൾ രക്ഷിക്കപ്പെട്ടവരിയ്ക്കുന്നു, ഇപ്പോൾ ജ്ഞാനസ്ഥാനം എടുത്ത അനേകം കുടുംബങ്ങളിരിക്കുന്നു. ജ്ഞാനസ്ഥാനം എടുക്കാൻ പോകുന്ന കുടുംബങ്ങൾ ഈ സൂം മീറ്റിങ്ങിൽ ഉണ്ട്. അപ്പം എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അതുകൊണ്ടിട്ട് ഞാൻ രക്ഷയെക്കുറിച്ച് പറയാൻ പോകുന്നത്, മാനസാന്തരത്തിനെ കുറിച്ച് പറയുന്നത്, പിന്നെ മുന്നോട്ടുള്ള ജീവിതം, നമ്മൾ യേശുവിൻ്റെ കൂടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് നമ്മളെ പറയാൻ പോകുന്നത് നമ്മൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇപ്പം രക്ഷ സൗജന്യദാനമായിട്ട് കർത്താവിൻ്റെ കൃപയാൽ നമ്മൾക്ക് കിട്ടിയതാണ്. യേശുവിൻ്റെ രക്തത്താലും അവൻ്റെ ക്രൂശിലെ മരണത്താലുമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെട്ട് നമ്മളിതാ കടന്നു വന്നിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് കടന്നു വന്നതിന് ശേഷം ഇപ്പോഴും നമ്മൾ മാനസാന്തരത്തിലേക്ക് പോവാണ്. മാനസാന്തരത്തിലേക്ക് എങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നത്, മാനസാന്തരം എന്തിനാണ് പെടുന്നത് എന്ന കാര്യങ്ങൾ വചനമുഖേന നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. എല്ലാവരും പുതിയ ആത്മാക്കൾ, ഇപ്പോഴത്തെ എല്ലാം എൻ്റെ പുതിയ ആത്മാക്കളാണ്. പഴയവരെല്ലാം ദൈവ ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്, രക്ഷിക്കപ്പെടാതിരിക്കുന്നവരുമുണ്ട്, രക്ഷിക്കപ്പെട്ടവരുമുണ്ട്, വിശുദ്ധ ജീവിതം നയിക്കുന്നവരുമുണ്ട്. ഇപ്പോഴും എനിക്ക് പുതിയ ആത്മാക്കൾ കിട്ടിയതുകൊണ്ട് ഈ പുതിയ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രക്ഷയെക്കുറിച്ച് പറഞ്ഞതും ഇപ്പം മാനസാന്തരത്തിനെ കുറിച്ച് പറയാൻ പോകുന്നത്. അത് നമ്മൾ അറിഞ്ഞാൽ മാത്രം തന്നെയാണ് നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാനും യേശുവിൻ്റെ കൂടെ ജീവിക്കുവാനും ഉള്ള എല്ലാ കൃപകളും നമ്മൾക്ക് കിട്ടുന്നത്. അപ്പം മത്തായി 33-ാം അധ്യായത്തിൽ 2 മുതൽ 11 വരെയുള്ള വചനങ്ങളിലേക്ക് ഞാൻ പോകുവാണ്. മാനസാന്തരപ്പെടുവിൻ. നിങ്ങൾ നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് വളരെ ഉപകാരമാവും. യേശുവിനെക്കുറിച്ച് അറിയാത്തവർക്കും കഷ്ടതയിലിരിക്കുന്നവർക്കും വചനം വളരെ അത്യാവശ്യമുള്ളവർക്കും വചനത്തിനെ കുറിച്ച് എന്തെന്ന് അറിയാത്തവരോടും നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ പറയുകയും ഷെയർ ചെയ്യുകയും ചെയ്താൽ അത് വലിയ ഉപകാരമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കർത്താവ് നന്മയായിട്ട് മാറ്റിത്തരും. ഓക്കെ. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യേശുവിടെ പറയുവാണ്. യേശു പരിശുദ്ധാത്മാവിനാലും അഗ്നിയിനാലും സ്നാനം കൊടുക്കുന്നവനാണ്. യേശു യോഹന്നാൻ സ്നാനം കൊടുത്തപ്പം ജലത്താൽ യോഹന്നാൻ സ്നാനം കൊടുത്തു. പക്ഷേ യേശു സ്നാനം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിനാലും അഗ്നിയിനാലും എന്ന് യോഹന്നാനോടെ വെളിപ്പെടുത്തുവാണ്. അപ്പം യോഹന്നാനോടെ പറയാണ്, വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പിനെ അരപ്പുരയിൽ ശേഖരിക്കും, പതിരിനെ കെടാത്ത തീയിൽ കത്തിച്ചു കളയുമെന്ന്. അപ്പം നല്ല മണികളെ, ഗോതമ്പ് മണികളെ അവൻ്റെ രാജ്യത്തിൽ ചേർക്കുന്ന കാര്യമാണ് അത് പറയുന്നത്. അവിടെ നല്ല ഗോതമ്പ് മണികളെ പറയുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് വന്ന് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന ആ വ്യക്തികളെ കുറിച്ചാണ് നല്ല ധാന്യമണികളായിട്ട് പറയുന്നത്. പതിരുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിഞ്ഞിട്ടും യേശുവിൻ്റെ രാജ്യത്തിലേക്ക് വരാതെ യേശുവിനെ അംഗീകരിക്കാതെ പാവമാർഗത്തിൽ ജീവിക്കുന്നവരെയാണ് പതിരുകളെന്ന് അവിടെ പറയുന്നത്. അവർക്ക് കിട്ടുന്നത് പതിരിനെ കെടാത്ത തീയിൽ കത്തിച്ചു കളയുമെന്ന് അവിടെ പറയുകയാണ്. കെടാത്ത തീയിൽ അഗ്നിയിൽ കത്തിച്ചു കളയുമെന്ന് അവിടെ നിന്ന് പറയുകയാണ്. അപ്പം ഇത് എന്തിനു വേണ്ടി പറയുന്നെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ചാണ്. 2012 കർത്താവ് എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ വരുവാൻ പോകുവാണ്, നീ അതിനുവേണ്ടി ജനങ്ങളെ തയ്യാറാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഒരു ബുക്ക് എഴുതിയത്.
ആ ബുക്ക് എഴുതിയത് ആ ബുക്കിന്റെ ടോട്ടൽ തുടക്കം മുതൽ അവസാനം വരെ യേശുവിൻ്റെ വരികയെക്കുറിച്ചുള്ള കാര്യം, യേശുവിൻ്റെ രണ്ടാം വരികയെക്കുറിച്ചുള്ള കാര്യമായിരുന്നു എഴുതിയത്. കർത്താവിൻ്റെ വരുന്ന ദിവസത്തിനെ കുറിച്ചായിരുന്നു അത് എഴുതിയത്. അത് തമിഴ് ലാംഗ്വേജിലാണ് ഇരിക്കുന്നത്. തമിഴ് ലാംഗ്വേജിലുള്ള ജനങ്ങൾക്ക് ഇപ്പം നിങ്ങൾ അറിയുന്നതിനേക്കാളും കൂടുതൽ എന്നെ അവർക്കറിയാം. കാരണം നിറയെ ബുക്ക് സ്റ്റാളിലൊക്കെ ഒത്തിരി ആ ബുക്കുകൾ വിൽക്കുകയും പല ഇടങ്ങളിൽ ആ ബുക്കുകൾ വിൽക്കുകയും അവർക്കെല്ലാം എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. പിന്നെ മലയാളികളായ ജനങ്ങൾ, ഞാൻ 20 വർഷം കൊണ്ട് ശുശ്രൂഷ ചെയ്യുകയാണല്ലോ. ഇതിൽ നിന്നും ആ ശുശ്രൂഷ വഴി ഞാൻ പല തരത്തിൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന ജനങ്ങൾ തന്നെ പല രീതിയിലിരിക്കുന്ന ജനങ്ങളുണ്ട്. ക്രിസ്തുവിലേക്ക് വരാത്ത ഒത്തിരി പേരുണ്ട്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് യേശുവിൻ്റെ രാജ്യത്തിനകത്ത് വരാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ടാം വരികയ്ക്ക് ഒരുങ്ങുകയാണ് ഇപ്പോൾ. അപ്പം ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ അകത്ത് നമ്മൾ അന്തിമമായ പൂർണ്ണമായ ഒരു ഒരുക്കത്തിലേക്ക് പോകുന്ന നാളുകളാണ് ഈ നാളുകൾ. കാരണം ഇനി വരാൻ പോകുന്ന നാളുകൾ വളരെ ഇപ്പോൾ ഉള്ള കഷ്ടം മാതിരിയല്ല, വളരെ കഷ്ടതയുടെ നാളുകളായിരിക്കുമെന്ന് കർത്താവ് എന്നോട് 2024 ജാനുവരി മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ദ്രുതഗതിയിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടണമെന്ന് പറഞ്ഞ് അതിനുശേഷം എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്രോബ്ലംസിൻ്റെ മധ്യയിലാണ് എനിക്ക് ഒത്തിരി ആത്മാക്കളെ എപ്പോഴും കിട്ടിയത്. ഞാൻ ദൈവ ശുശ്രൂഷ ഹോസ്പിറ്റൽ ശുശ്രൂഷയും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയി നോക്കിയാൽ തന്നെ അറിയാം. ചിൽഡ്രൻസ് വാർഡിലേക്ക് നോക്കുമ്പോൾ ബൈ ബർത്തിലെ കുഞ്ഞുങ്ങൾ വരെ, കിഡ്നി പ്രോബ്ലമുള്ള കുട്ടികൾ, ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന കുട്ടികൾ, 7, 8, 5, 6 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, അതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് വളരെ വേദനയും ദുഃഖവുമായിരിക്കും. നമ്മളെ എത്രമാത്രം ദൈവം കാത്തു പരിപാലിക്കുന്നു. അതേ പോയിട്ടാണെങ്കിൽ ഞാൻ ഹാർട്ട് പേഷ്യൻറ്റിൻ്റെ വാർഡുകളിലൊക്കെ പോകാറുണ്ട്. ഹാർട്ട് പേഷ്യൻ്റെ വാർഡിൽ പോകുകയാണെങ്കിൽ എല്ലാ ജാതി മതങ്ങളും ഇവിടെയുണ്ട്, സകല ജാതി മതങ്ങളുമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഒത്തിരി വെൽക്കം ചെയ്യുന്നവരുമുണ്ട്, നമ്മളെ റിജക്റ്റ് ചെയ്യുന്നവരുമുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ കാണുമ്പോൾ അവരെല്ലാം എത്ര വേദനയോടെ ഇരിക്കുന്നതെന്ന് അറിയാം. ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ അറിയാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന മാതിരി അല്ല വാർഡിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എത്രമാത്രം വേദനയിലും കണ്ണുനീരിലിരിക്കുന്ന മക്കളെയാണ് കാണുന്നത്. അവർക്കൊരു ആശ്വാസവാക്ക്, അവരെ പ്രാർത്ഥിച്ച് അവർക്ക് സുഖമാവുമ്പോൾ അവർ എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ട്, അവരുടെ കുടുംബങ്ങൾ എന്തുമാത്രം സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് പലരും യേശുവിനെ അറിഞ്ഞ് യേശുവാണ് രക്ഷകനും ദൈവവും എന്നറിഞ്ഞ് വന്ന ഒത്തിരി മക്കളുകൾ, യേശുവിലേക്ക് വന്ന ഒത്തിരി അന്യജാതി മതങ്ങൾ ഉണ്ട്, പല ജാതിക്കാരും വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം യേശുവിൻ്റെ രണ്ടാം വരികയ്ക്ക് വേണ്ടി ഒരുങ്ങണം. രണ്ടാം വരികയ്ക്ക് വേണ്ടി ഒരുങ്ങാണ് മാനസാന്തരം. രക്ഷ കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ മാനസാന്തരത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവത്തിന് ഏറ്റ മക്കളായിട്ട് നമ്മൾ ഇരിക്കുന്നോ ഇല്ലയോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതായ കാലഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പം എല്ലായിടത്തും സുവിശേഷമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ ജനങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്നോ? യേശുവിൻ്റെ വരികയ്ക്ക് ഇവർ തയ്യാറാണോ? യേശുവിൻ്റെ രാജ്യത്തിൽ പോകുമോ? ഇവർ സ്വർഗരാജ്യത്തിൽ പോകുമോ എന്ന് നമ്മൾ ചോദിച്ചാൽ, വിശുദ്ധ ജീവിതം നയിക്കുന്നവർ കൂടെ പലരും, ഇന്നലെ എനിക്ക് ഗുജറാത്തിൽ നിന്നും ഒരു ഫാമിലി എന്നെ വിളിച്ചിരുന്നു. നല്ല ദൈവിക വിശ്വാസത്തിലുള്ളവരും വിശുദ്ധ ജീവിതത്തിൽ നയിക്കുകയാണ്. പക്ഷേ അവിടെയും പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അവരെക്കുറിച്ച് ഞാൻ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത ടൈമിന് പരിപൂർണമായിട്ടില്ല. അവർക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ 2-3 മണിക്കൂറാണ് ഒരു ഫാമിലിക്ക് വേണ്ടി ഞാൻ ഒരു ടൈമിന് കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ പുതുതായിട്ട് വന്ന ജനങ്ങളെ കാര്യം നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പം ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. യേശുവിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും യേശുവിൻ്റെ രാജ്യത്തിലേക്ക് യേശു എടുക്കത്തില്ല. കാരണം തകർച്ചകളിലൂടെയും നഷ്ടങ്ങളിലൂടെയും തകർത്തിട്ടേ ദൈവത്തിൻ്റെ രാജ്യത്തിൽ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടെയാണ് യേശുവും കടന്നു വന്നത്. യേശു തൻ്റെ അനുസരണം വഴിയിട്ടാണ് പിതാവിന് പ്രിയപ്പെട്ടവനായിട്ടിരുന്നത്. നമ്മൾ സുവിശേഷം കേൾക്കുന്നു, ബൈബിൾ പഠിക്കുന്നു, പക്ഷെ എത്ര പേരത് ഫോളോ അപ്പ് ചെയ്യുന്നു?
ഞാനും ഈ ഒത്തിരി നാളുകളിൽ ഞാനും ബൈബിൾ വായിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇരുന്നിട്ട് എനിക്ക് മാറാത്തതായ പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ദൈവവചനങ്ങളിലേക്ക് കൂടുതൽ 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 ധ്യാനം ചെയ്യുമ്പോഴാണ് അയ്യോ ഇങ്ങനെയാണല്ലോ. അപ്പൊ ദൈവം എന്നോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ, ദർശനത്തിൽ കൂടെ, സ്വപ്നത്തിൽ കൂടെ, വചനത്തിൽ കൂടെ. വചനം എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കുമ്പോൾ വചനത്തിൽ കൂടെ, ഉറക്കത്തിലൊക്കെ വചനം തരും, അതിരാവിലെ വചനങ്ങൾ തരും. അതിരാവിലെ പല കാര്യങ്ങളും നിറയെ മിസ്റ്റേക്സ് ഉണ്ട്. ഞാൻ ഈ വിഷയങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ ദൈവത്തിൻ്റെ മറ്റ് രഹസ്യങ്ങളെക്കുറിച്ച് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. അപ്പോഴേ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ഇപ്പോഴും മനസ്സിലാക്കി പോയാൽ തന്നെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. കാരണം ദൈവിക രാജ്യമാണ് അത്, നമ്മൾ കാണപ്പെടാത്ത രാജ്യമാണ്. കാണപ്പെടാത്ത രാജ്യത്തിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതെങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വഴി ദൈവം സംസാരിക്കുന്ന ആ ദൈവ മക്കൾക്കറിയാം. രഹസ്യത്തിലിരിക്കുന്ന അനേകം ഭക്തരായ മക്കളുണ്ട്, അവർ പുറത്ത് വന്നിട്ടില്ല, യൂട്യൂബിൽ കൂടെ വന്നിട്ടില്ല. ഞാൻ യൂട്യൂബിൽ വരുന്നത് ഇപ്പോഴാണ്, ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ. 20 വർഷം കൊണ്ട് ഞാൻ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. അനേകം കുടുംബങ്ങൾ രക്ഷയിലേക്ക് വന്നിട്ടുണ്ട്. അനേകം മക്കൾക്ക് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഒത്തിരി ഒത്തിരി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ സ്വരം കേൾക്കുന്ന ഇന്ത്യയിലെയും വിദേശ നാടുകളിലുള്ളവർക്കെല്ലാം മനസ്സിലാവും. 20 വർഷം കൊണ്ട് പലതരത്തിലുള്ള ജനങ്ങളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം തന്നെ എത്രയോ പേര് എന്നെ കോൾ ചെയ്യുന്നു. ഇപ്പോഴും എനിക്ക് കാൾ എടുക്കാൻ എനിക്ക് ടൈമില്ല. അവർക്ക് പറയാൻ ഒരുപാട് സങ്കടങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്. എനിക്ക് സമയമില്ലാത്ത കാരണം ചില ടൈമിന് ഞാൻ സമയം കിട്ടുമ്പോൾ അവർക്ക് അങ്ങോട്ട് വിളിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജുകളോ കാര്യങ്ങളോ ഇടാനുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇടുക, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിന് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. ഒന്നിനും വിഷമിക്കേണ്ട കാര്യമല്ല. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ കുറച്ച് ഒബേഡിയൻസ് ചെയ്ത് അനുസരിച്ച് ദൈവവചനത്തിൽ നമ്മൾ നല്ല ധ്യാനം ചെയ്ത് അവൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണം. ഞാനും വചനം അനുസരിച്ച് ഇപ്പോൾ ജീവിക്കുന്നത് കൊണ്ടിട്ടാണ് നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ ഞാൻ യോഗ്യയായി മാറിയത്. ഞാനതനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പ്രസംഗിക്കാൻ ഒരിക്കലും ഞാൻ യോഗ്യയല്ല. ഞാനതിൽ കൂടെ കടന്നു തകർക്കപ്പെട്ടു, പലയിടങ്ങളിൽ ഞാൻ തകർക്കപ്പെട്ടു. അതൊക്കെ ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല, പറയേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇപ്പോഴും നമ്മൾക്ക് അല്പസമയമുള്ളത് കൊണ്ട് നമുക്ക് ദൈവവചനത്തിലേക്ക് ആദ്യം നമ്മൾ ക്രിസ്തുവിൻ്റെ രാജ്യത്തിനെ കുറിച്ച് ആദ്യം പഠിക്കാം, സുവിശേഷത്തിനെ കുറിച്ച് ആദ്യം പഠിക്കാം. എന്താണ് സുവിശേഷം? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളത് അംഗീകരിക്കേണ്ടത്? എന്തിനു വേണ്ടി നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കേണ്ടത്? അതിനെക്കുറിച്ച് നമ്മൾക്കിപ്പോൾ പഠിക്കാം. എന്നാൽ ദൈവരാജ്യത്തിനെ കുറിച്ച് ദൈവത്തിന് ഒത്തിരി കണ്ണീരുണ്ട്. ദൈവം എൻ്റെ അടുത്ത് ഒത്തിരി കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, അവരലഞ്ഞു തിരിയുവാണ്. നീ പുറത്തിറങ്ങ്, സുവിശേഷം എല്ലാവരോടും പറ. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ദിവസം എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായ കാരണം കൊണ്ട് സുവിശേഷം പറയാതിരുന്നു. വീട്ടിലിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, പുറത്തിറങ്ങാതിരുന്നു. എന്നെ സുഖമാക്കി കർത്താവ് എന്നെ പുറത്തിറക്കി. ഇപ്പോഴേ ഈ സൂം മീറ്റിംഗ് തുടങ്ങുന്ന മുമ്പേ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇതിൽ ഈ സൂമിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം, എന്നെ 40 ദിവസം ദൈവം ഉപവസിക്കാൻ പറഞ്ഞ് ഉപവാസം കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. എപ്പോഴും ഞാൻ എന്നെ ഉപവസിച്ചും ഞാൻ എന്നെ തയ്യാറാക്കിയതിന് ശേഷമാണ് അടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇത് ഒരു തമാശയല്ല, ദൈവരാജ്യം ഒരു തമാശയല്ല, അതൊരു മിസ്റ്ററിയാണ്, ഒരു ആത്മീയ ലോകമാണ്. ഓക്കെ, നമ്മൾ ദൈവരാജ്യത്തിന് ഇഷ്ടപ്പെട്ടവരായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് ആദ്യം നമ്മളെ ശോധന ചെയ്യണം. അത് എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ താഴോട്ടുള്ള വചനങ്ങളിൽ കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. യേശുവിനോട് ചേരുന്നതാണ് ആദ്യത്തെ പടി. അതായത് നമ്മൾ മാനസാന്തരപ്പെടുക. നമ്മൾ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, പിന്നെ എന്നിട്ട് നമ്മൾ യേശുവിൻ്റെ കൂടെ ചേരുന്നതാണ് ആദ്യത്തെ പടി. ഇതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. എന്താണ് മാത്യു 4-ാം അധ്യായത്തിൽ 17-ാം വചനം പറയുവാണ്, അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി. കാരണം യേശുവും 30-ാമത്തെ വയസ്സിൽ ജ്ഞാനസ്ഥാനം എടുത്തതിന് ശേഷം 40 ദിവസം പരിശുദ്ധാത്മാവ് പിശാചിനാൽ ശോധിക്കപ്പെടുവാൻ വേണ്ടി അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയെന്ന് പറയുന്നു.
അത് എന്തിനാണ്? മനുഷ്യർക്കതൊരു നിഴലാണ്. അവനത് ചെയ്തെങ്കിൽ നമ്മളും പൈശാചിക ശക്തിനാൽ ശോധിക്കപ്പെടാൻ ദൈവം അലോ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ ദൈവം നമ്മുടെ കൂടെയിരിക്കും. ഞാൻ ഇതിനൊക്കെ സാക്ഷിയാണ്. സഹനങ്ങളിൽ കൂടെ നുറുക്കപ്പെടുമ്പോൾ കർത്താവ് കൂടെയുണ്ടെന്ന് പല സ്വപ്നൻ വഴിയും വിഷൻ വഴിയും അവനെ ആശ്വസിപ്പിക്കുമായിരുന്നു. കാരണം എനിക്ക് പേടിയാണ്. അയ്യോ, ഞാൻ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ദൈവത്തിന് അറിയാതെ എന്തെങ്കിലും ഞാൻ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ, എവിടെയെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നും പറഞ്ഞ് ഞാൻ എന്നെ ചോദിക്കും. കർത്താവ് പറയും, നീ ഇതുവഴി കടന്നു വരേണ്ടതായിട്ടുണ്ട്, നീ ഇതുവഴിയാണ് കടന്നു വരേണ്ടത്. ഓക്കെ, മാത്യു 4:17 കർത്താവ് സുവിശേഷം പറഞ്ഞതും ജ്ഞാനസ്ഥാനമെടുത്ത് 40 നാൾ പിശാചനാൽ പരീക്ഷിക്കപ്പെട്ട് ഉപവാസം കഴിഞ്ഞതിന് ശേഷമാണ് സുവിശേഷം തുടങ്ങിയത്. അപ്പോഴാദ്യമായിട്ട് ദൈവം പറഞ്ഞതാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പം ദൈവം എങ്ങനെയിരുന്നു? ശാന്തശീലനായിരുന്നു. അവൻ കരുണയുള്ളവനായിരുന്നു. നമ്മൾ അങ്ങനെ ഇരിക്കണം, ദൈവത്തെ പോലെ നമ്മൾ ആകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹൃദയശുദ്ധിയുള്ളവനായിരുന്നു. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച്, മറ്റുള്ളവർ നമ്മളെക്കാളും ബെസ്റ്റായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ എത്ര വലിയ ഉയർന്ന നിലയിലായിരിക്കാം, പണത്തിലും ഇരിക്കാം, പദവിയിലും ഇരിക്കാം, ദൈവ ശുശ്രൂഷയിൽ ആരോ ആയിക്കോട്ടെ, പക്ഷെ എന്നെക്കാളും ഞാൻ മറ്റുള്ളവരെ ബഹുമാനിക്കണം, മറ്റുള്ളവരെ സ്നേഹത്തോടെ കരുതണം. ഒരു ഭിക്ഷക്കാരെ കണ്ടാലും അവരെ നമ്മൾ സ്നേഹിക്കണം, അവരോട് നമ്മൾ കരുണ കാട്ടണം. ദൈവം, യേശു അതാണ് ആഗ്രഹിക്കുന്നത്. ഹെഡ് വെയ്റ്റും ഇതും ഞാൻ വലിയ ആളെന്നുള്ള ഒരു ഭാവവും നമ്മൾക്ക് ഇരിക്കരുത്. നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റൂല, ദൈവരാജ്യത്തിൽ ഒരിക്കലും നമ്മൾക്കത് പോകാൻ പറ്റത്തില്ല. അതെപ്പോഴും നമ്മൾക്ക് തടയാണ്. കാരണം പലരെയും കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തി എന്ന് ഞാൻ പറഞ്ഞല്ലോ, പല ആൾക്കാരും മാറാൻ അവർ തയ്യാറല്ല. അവർക്ക് പ്രാർത്ഥിക്കണം. ഈസി ജോലി അവർ വർക്കിടത്തില്ല. അവർക്ക് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നടത്തി കൊടുക്കണം. പക്ഷെ അത് ഒരു മനുഷ്യനല്ലല്ലോ, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ഒരു മനുഷ്യനല്ല, ദൈവമാണത് ചെയ്യേണ്ടത്. നമ്മൾ ചുമ്മാ ഒരു പാത്രം മാത്രമാണ്. ക്രിയ ചെയ്യേണ്ടവൻ ദൈവമാണ്. ആ വ്യക്തികളോട് ദൈവം കാണിക്കുന്ന കരുണയാണ്. ചിലവർക്ക് പെട്ടെന്ന് അത്ഭുതങ്ങൾ നടക്കും. പോയ ജൂൺ മാസം 27 ഞാൻ ഉപവാസത്തിലായിരുന്നു. ദൈവം എന്നോട് വിഷനിലിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ, കർത്താവ് എല്ലാ കാര്യവും കഴിഞ്ഞതിന് ശേഷം, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നോട് എന്താ സംസാരിക്കാനുള്ളതെന്ന് ഞാൻ ദൈവത്തിനോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പം 2 സൈഡും വീടുള്ള മാതിരി കാണുന്നു, വെള്ളം ഇങ്ങനെ വെള്ളപ്പൊക്കം മാതിരി കാണുന്നു, അതിൻ്റെ പുറത്ത് എന്തോക്കെ അടിച്ചു പോകുന്ന മാതിരി കാണുന്നു. അപ്പോഴേ എൻ്റെ അടുത്ത് പറയണ അമേരിക്ക എന്ന് പറയാണ്. ഞാനത് പെട്ടെന്ന് എൻ്റെ എല്ലാ വിഷൻസും സ്വപ്നങ്ങളും ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കുന്നതുണ്ട്. 11 ദിവസം കഴിഞ്ഞപ്പോഴാണ് അമേരിക്കയിൽ ടെക്സാസിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോഴെനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിച്ചില്ലായിരുന്നു അതിന് വേണ്ടിയിട്ട്. ഞാൻ അമേരിക്കയിലോട്ട് ബ്രദറിനോട് വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു, ബ്രദറെ, ഞാൻ ഇങ്ങനെ ഇത് വിഷൻ കണ്ടായിരുന്നു, പ്രാർത്ഥനയിൽ ഫാസ്റ്റിങ്ങിൽ വിഷൻ കണ്ടായിരുന്നു, പക്ഷെ ഞാനത് പ്രാർത്ഥിക്കാതെ വിട്ടുപോയി. കാരണം എനിക്ക് അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് ഞാൻ മിസ്സിങ് ചെയ്തു. ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴാണോ കർത്താവേ എന്നും പറഞ്ഞ് ഞാൻ ഡയറി എടുത്ത് നോക്കിയത് എന്നാണെന്ന്. 11ാമത്തെ ദിവസം ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ എപ്പോഴും നെഗറ്റീവായിട്ടും ആപത്തായുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കും. പക്ഷെ ദൈവം നമ്മൾക്ക് ഒരു അത്ഭുത കാര്യം പറഞ്ഞാൽ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നോ, നിന്നെ ഞാൻ ഉയർത്തുമെന്നോ, നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഉയർത്തുമെന്നോ, നിനക്ക് നന്മ ചെയ്യുമെന്ന് പറഞ്ഞു, ഇത് ഭയങ്കര ലേറ്റാണ്. അതിന് കാരണം എന്താണ്? പൈശാചി നമ്മൾക്ക് ഒരു വെളിപാടുണ്ടാവുമ്പോൾ തന്നെ സാത്താനിക ശക്തികൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കും. അപ്പം ആ ബ്ലോക്ക് മാറണമെങ്കിൽ അത് നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അത് നിറവേറാൻ വേണ്ടി നമ്മൾ ഉപവാസത്തോടെ കാത്തിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് വേഗം വരുന്നത്. എൻ്റെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. പണ്ട് ബോംബെയിൽ താജിൽ ഹോട്ടലിൽ പ്രോബ്ലം ഉണ്ടായിരുന്ന ടൈമിനൊക്കെ കണ്ട് സുനാമി വന്നപ്പോഴും കർത്താവിനെ എച്ചരിക്ക ചെയ്ത് ഞാൻ അന്ന് ശുശ്രൂഷയ്ക്ക് പോയില്ല. എൻ്റെ കുഞ്ഞു മക്കളായിരുന്നു, അവരൊറ്റയ്ക്ക് ഇരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പോവാതിരുന്നിട്ടുണ്ട്. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളോടും ദൈവം സംസാരിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നിങ്ങൾ കൂട്ടുകൂടിയാൽ ദൈവം നമ്മുടെ എല്ലാ വഴികളെയും നമ്മൾക്ക് പോകാൻ പാടില്ലാത്ത ഇടത്തിൽ പോകല്ലേ എന്ന് പറയും, പോകാൻ പറ്റിയിടത്ത് പോകാൻ പറയും.
അത് ചെയ്യല്ലേ എന്ന് പറയും. ഇന്ന സംഭവം വരാൻ പോണം, അതിനു വേണ്ടി ഇപ്പൊ എത്ര എത്ര അനുഭവങ്ങൾ എനിക്കുള്ളതെന്നറിയാമോ? ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട്, നൂറുകണക്കിന് അനുഭവമുണ്ട്. എൻ്റെ ഒരു വലിയ ഡയറി തന്നെ 20 വർഷത്തെ വെളിപാടുകളും സ്വപ്നങ്ങളും എഴുതി അതേ ഫുള്ളായി തീർന്നിരിക്കുന്നു. ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവം നല്ലവനാണ്, കരുണയുള്ളവനാണ്. അപ്പൊ നമ്മൾ ആത്മാവിൽ നമ്മൾ താഴ്മയുള്ള ഹ്യൂമിലിറ്റി ഉണ്ടാവണം, താഴ്മയുണ്ടാവണം, എളിമയുണ്ടാവണം. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം. നമ്മുടെ അധ്വാന ഫലത്തിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക്, ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ടോ? പാവപ്പെട്ട ദൈവദാസർക്ക് നിങ്ങൾക്ക് സുവിശേഷം പറഞ്ഞ് നിങ്ങളെ രക്ഷയിലേക്ക് നടത്തുന്ന, നിങ്ങളുടെ നന്മയിലേക്ക് നടത്തുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു അത്ഭുതം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ അധ്വാന ഫലത്തിൽ നിന്ന് 1 രൂപയെങ്കിലും എടുത്ത് കൊടുക്കുമ്പോൾ അവിടെ ദൈവത്തിനാണ് നിങ്ങൾ കൊടുക്കുന്നത്. മത്തായി 25-ാം അധ്യായത്തിൽ ദൈവം പറയുവാണ്, ഞാൻ വിശന്നവനായി വന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല. ഞാൻ നഗ്നനായി വന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. ഞാൻ ജയിലിലായിരുന്നു, കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ അവിടെയും വന്നില്ലായിരുന്നു. ഞാൻ ദാഹിച്ചു, നിങ്ങൾ എനിക്ക് ജലം തന്നില്ലെന്ന്. അപ്പോഴ് ദൈവത്തിൻ്റെ ദാസന്മാർ ചോദിക്കുകയാണ്, കർത്താവേ, നീ എപ്പോഴാ അത് വന്നത്? എപ്പോഴേ? ഞങ്ങൾക്കത് അറിയില്ലല്ലോ. അപ്പോഴും പറഞ്ഞു, ഈ കാണുന്ന സഹോദരങ്ങളിൽ നിങ്ങൾ ആർക്കത് ചെയ്യുന്നു? അത് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന്. നമ്മളത് ചെയ്യണം. എനിക്ക് ഏതൊരു നന്മ കിട്ടിയാലും ഞാൻ ദൈവമക്കൾക്ക് കൊടുക്കും, ദൈവദാസർക്ക് കൊടുക്കും, അനേകം പേർക്ക് കൊടുക്കും. ജാതി മതം ഞാൻ നോക്കാറില്ല. എല്ലാ മക്കൾക്കും, ആര് പാവപ്പെട്ടവരായിട്ടിരിക്കുന്നു, ആര് കഷ്ടതയിലിരിക്കുന്നു, ആര് രോഗിയായിരിക്കുന്നു, ആര് വേദനയിലിരിക്കുന്നു, കണ്ണീരിലിരിക്കുന്നു, അർദ്ധരാത്രികളിൽ എന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കും. ഞാൻ ടൈം നോക്കാറില്ല, പ്രാർത്ഥിക്കും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കാൾ വരുന്നത്, അതിനെല്ലാം മാറ്റി വെച്ചിട്ട് കൈ കഴുകിയിട്ട് പ്രാർത്ഥിക്കും. എല്ലാം കർത്താവ് നോക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ സന്തതികളെ ദൈവം അനുഗ്രഹിക്കും. അതേപോലെ നമ്മൾ ഓരോരുത്തരും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളത് ചെയ്യണം. അപ്പോഴേ ദൈവരാജ്യത്തിൻ്റെ അകത്ത് വരാൻ പറ്റുള്ളൂ. അപ്പം ദൈവരാജ്യത്തിൽ നമ്മൾ കയറണമെങ്കിൽ നമ്മളെ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മളെ കടത്തിവിടുന്നത്. നിന്റെ ശത്രുക്കളെ നീ സ്നേഹിക്കണമെന്ന് പറയുന്നു. നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റണം. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനാവശ്യമായിട്ട് നമ്മൾക്ക് വിരോധമായിട്ട് അവർ പഴി പറയും. നമ്മൾ ചെയ്യാത്ത കുറ്റം നമ്മുടെ തലമേൽ അവർ വയ്ക്കും, അവമാനപ്പെടുത്തും. അപ്പോഴും നമ്മുടെ സ്വഭാവം എന്താണ്? ദൈവം അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ക്ഷമിക്കണം. കാരണം ദൈവം എന്താ ചെയ്തത്? അവനെ അവമാനപ്പെടുത്തിയപ്പോഴും, അവനെ കാറിത്തുപ്പിയപ്പോഴും, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വാന്ന് പറഞ്ഞപ്പോഴും ദൈവം അവിടെ എന്താ ചെയ്തു? സൈലന്റ് ഭവിച്ചു. കാരണം അവൻ ആരാണെന്ന് അവനറിയാം. ക്ഷമ കാണിച്ചു. കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, കർത്താവെ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഇതേ സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണമെന്ന് ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നു. നമ്മൾ പരിപൂർണരാകണം. നമ്മുടെ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകണമെന്ന് ദൈവം അവിടെ ആഗ്രഹിക്കുകയാണ്. ആ പരിപൂർണപ്പെടുത്തിയാലേ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റുള്ളൂ. ചുമ്മാ ചവിട്ടിക്കറി എല്ലാം ചുമ്മാ റേഷൻ കടയിൽ പോണ കണക്ക് കൂപ്പൺ കൊടുക്കുമ്പോഴും അടിപിടി വാങ്ങിച്ച് ഇടയിലെന്നൊക്കെ പോയി വാങ്ങിക്കുക. അതേമാതിരി സ്വർഗരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ല ആർക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. മറിയത്തിനോ പുണ്യവാളന്മാർക്കോ മറ്റു പേർക്കോ ആരും അവിടെ വരാൻ പറ്റത്തില്ല. കൊണ്ടുപോകുന്നത് യേശുവാണ്, പരിശുദ്ധാത്മാവാണ്. അവിടെ ചെന്ന് അവിടെ അവര് വന്ന് നമ്മളെ രക്ഷിക്കുമെന്നും പറഞ്ഞ് നോക്കിയിരുന്ന ഒന്നും നടക്കത്തില്ല. യേശുവാണ്. അവനാ ഈ ഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയത്, മറ്റാരുമല്ല, മറ്റൊരുവനുമില്ല ലോകത്തില്. എത്രയോ രാജ്യഭരണങ്ങളെല്ലാം വന്ന് ആരാ കൊടുത്തത്? യേശുവാ. അന്ന് ആദിമ മനുഷ്യനായ ആദത്തിനെ സൃഷ്ടിച്ച് അവൻ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് അവൻ പിശാചിന്റെ, ഈ ഭൂമി തന്നെ പിശാചിന്റെ ഭരണത്തിന് കീഴിലായി. അനുസരണക്കേടിന്റെ ഫലം. അതുകൊണ്ടാണ് യേശു, ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. മറ്റാരതിന് യോഗ്യരുണ്ടാവത്തില്ല. അവന്റെ രക്തത്താലെയാണ് ഭൂമിയിലെ സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള, ക്രിസ്തു യേശു എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സകല മനുഷ്യർക്ക് വേണ്ടിയുള്ളവനാണ് യേശു. ആത്മാവിനെ, ജീവനെ ദൈവമാണ് തന്നത്.
മറ്റാരുമല്ല. ഒരുവനെ എന്നെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അവൻ ഏകനായിരിക്കുന്നു. ആ ദൈവത്തിനെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും വലിയവരാവുന്നത്. നമ്മളെ സൃഷ്ടിച്ച ദൈവം ആരാണ്? നമ്മൾക്ക് ഭക്ഷണം തരുന്നവൻ ആരാണ്? നമ്മളെ ജീവൻ നടത്തുന്നവൻ ആരാണ്? ഈ കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ഉറങ്ങിക്കിടന്നപ്പോൾ നമ്മളെ കാത്തു പരിപാലിച്ചവൻ, രാവിലെ ജീവനോടെ എണീപ്പിച്ചവൻ ആരാണ്? നമ്മുടെ രാജാവായ, സ്വർഗീയ രാജാവായ ദൈവം. നിങ്ങൾ ദൈവത്തെ നിസാരനായി കാണരുത്, സ്നേഹിക്കണം. കഷ്ടവും നട്ടത്തിൽ കൂടെ നമ്മൾ അവനെ സ്നേഹിക്കേണ്ടതായിട്ടുണ്ട്. അന്യരെ ഒരിക്കലും നമ്മൾ വിധിക്കാൻ പാടില്ല. വിധി ദൈവത്തിൻ്റെതാണ്. ആരെയും നമ്മൾ വിധിക്കരുത്. അവരങ്ങനെയാണ്, ഇങ്ങനെയാണ്. അങ്ങനെ ലോകം അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. കർത്താവ് പറഞ്ഞായിരുന്നു, ഞാൻ ലോകത്തെ ജയിച്ചു, നിങ്ങൾക്കും ജയിക്കുവാൻ കഴിയുമെന്ന്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൻ്റെ അകത്തും സ്വർഗരാജ്യത്തിൻ്റെ അകത്തും കയറാൻ പറ്റുള്ളൂ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കയറാൻ പറ്റൂല. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ സിസ്റ്റം അനുസരിക്കുന്നവനാണ് ദൈവരാജ്യത്തിനകത്ത് കയറാൻ പറ്റുന്നത്. നമ്മൾ മാറണം. മത്തായി 7-ാം അധ്യായത്തിൽ 7-ാം വചനം പറയുന്നു, നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് തരപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടിയാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പോഴും വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. കാരണം നമ്മൾ ദൈവവുമായിട്ട് നമ്മുടെ റെലം ഇരിക്കുവാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം പടി പിശാചിന് അവിടെ നമ്മൾക്ക് വരുവാൻ വേണ്ടിയിട്ട്, സാത്താന് വരുവാൻ വേണ്ടി അനുവാദം ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഈ ഭവനത്തിൻ്റെ മേൽക്കൂര കൂടെ പോകത്തില്ല. കാരണം പിശാച് അവിടെ തടസ്സം ചെയ്യുവാണ്. നമ്മുടെ ഒരു ചെറിയ പാവം മതി സാത്താന്, ഒരു ചെറിയ ഓട്ടം മതി, ചെറിയ ഒരു ക്യാപ്പ് മതി അവന് കയറി വന്ന് നമ്മുടെ സകലൊന്നും നശിപ്പിച്ച് കളയാൻ. എപ്പോഴും നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. മത്തായി 6-ാം അധ്യായത്തിൽ 33-ാം വചനം പറയാണ്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരുമെന്ന് പറയാണ്. നമ്മുടെ ജോലി എന്താണ്? ദൈവരാജ്യത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിക്കണം. യേശുവിൻ്റെ രാജ്യം അത് നമ്മൾ ആത്മീയമായിട്ട് ഈ ലോകത്തിൽ കാണാൻ പറ്റുന്ന, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതല്ല ആ രാജ്യം. ആ രാജ്യം ആത്മീയ രാജ്യമാണ്. ആ രാജ്യത്തിലെ രാജാവാണ് കർത്താവായ യേശു. ആകാശവും ഭൂമിയും എല്ലാം അവൻ സൃഷ്ടിച്ചതാണ്. എല്ലാം അവന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെ ഈ ഭൂമിയിൽ അവന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ വിശുദ്ധീകരണമുള്ള ജീവിതം ജീവിച്ച് അവൻ്റെ കൂടെ മരണമില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ അതൊരു തമാശക്കളിയല്ല. ദൈവവചനം തന്നെ പറയുന്ന, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയെന്ന് ദൈവം തന്നെ പറയുന്നു. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ യോഗ്യനായി മാറുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഓരോ നടപടിയിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ദൈവത്തെ അറിയാതെ ഒരു റോമൻ കാത്തലിക് ഫാമിലിയിൽ പാരമ്പര്യമായിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ. കാരണം എത്ര കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്നിരിക്കുന്നു, എത്ര ജനങ്ങൾ രക്ഷിക്കപ്പെട്ടു, എത്ര ജനങ്ങൾക്ക് ആരോഗ്യവും സൗഖ്യവും ദൈവം കൊടുത്തിരിക്കുന്നു, എത്ര പേര്. അപ്പം ഒരു വ്യക്തിയായ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ, ഒരു വ്യക്തി ദൈവത്തിൻ്റെ അനുസരിക്കുമ്പോൾ എത്ര കുടുംബങ്ങൾക്ക് നന്മകൾ വരുന്നു. അതുകൊണ്ട് പ്രിയരെ, കർത്താവ് നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അതിന് തയ്യാറാവണം. നമ്മളെ തയ്യാറാക്കലിൽ കൂടെയാണ്, ഉടയ്ക്കപ്പെടലിൽ കൂടെയാണ്, നുറുക്കപ്പെടലിൽ കൂടെയാണ് ദൈവം നമ്മളെ തയ്യാറാക്കി മാറ്റുന്നത്. ക്രിസ്തീയ ജീവിതം ആഴമായിട്ടുള്ള ഒരു ജീവിതമാണ്. മത്തായി 25-ാം അധ്യായത്തിൽ 22-ാം വചനം പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് പാത്രമായി തീരുമെന്ന്. അപ്പോൾ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെയെല്ലാം
വെട്ടി നശിപ്പിക്കുമെന്ന് മത്തായി 7-ാം അധ്യായത്തിൽ 19-ാം വചനം പറയുവാണ്. നമ്മൾ വചനം വായിക്കുന്നവര് വചനം വായിച്ചിട്ട് അത് എന്താ പറയുന്നെന്ന് നമ്മൾ വചനത്തിന് ധ്യാനം ചെയ്ത് അതനുസരിച്ച് എവിടെയെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ, കാരണം നമ്മൾ മനുഷ്യരാണ്, പലയിടത്തും മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഞാനേ എത്ര വർഷം കൊണ്ടിട്ടാണ് ഞാൻ ശുദ്ധീകരിച്ച് ഇന്നും വചനം വായിക്കുമ്പോൾ എവിടെയാണ് എനിക്ക് വേണ്ടി ഞാനത് എടുക്കും. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, ഞാൻ ഇവിടെ കറക്റ്റായിട്ടുണ്ടോ എന്നെല്ലാം എടുത്ത് ഞാൻ വാച്ച് ചെയ്യും, നോക്കും. എൻ്റെ ഫാമിലി അംഗങ്ങളെ ഞാൻ അതിനെ പഠിപ്പിക്കും. അവരെന്തെങ്കിലും ഒരു മിസ്റ്റേക്കായ തെറ്റായ ഒരു വാർത്ത പറയുമ്പോൾ ഞാൻ പറയും, അങ്ങനെ പറയാൻ പാടില്ല, വചനം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബത്തെയും മാറ്റുവാണ്. ഒരു വ്യക്തി മാത്രമല്ല, എൻ്റെ കുടുംബം മുഴുവനും ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് വരണം. നിങ്ങൾ മുഴുവനും ദൈവരാജ്യത്തിലേക്ക് വരണം. ഈ കേൾക്കുന്ന സകല മക്കളും ദൈവരാജ്യത്തിലേക്ക് വരണം. സ്വർഗീയ രാജ്യത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ദൈവം നല്ലവനാണ്. നമ്മൾ അവൻ്റെ കൂടെ എന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കടന്ന് ഇവിടെ കഷ്ടപ്പെടുന്നത്. ദൈവം ഈ മാത്യു 13:40-43 തന്നെ പറയുന്നു, കളകൾ ശേഖരിച്ച അഗ്നിയിൽ എരിക്കുന്നത് എങ്ങനെയോ അങ്ങനെ യുഗാന്തത്തിൽ സംഭവിക്കും. അപ്പോൾ നീതിമാന്മാരായ, അതാ നമ്മളെപ്പോലെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് ഇരിക്കുന്ന മക്കൾ, നീതിമാന്മാരായി ഇരിക്കുന്ന മക്കള് ദൈവരാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനമാണ് എല്ലാം നടക്കുന്നത്. എന്താണ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഈ വെളിപാടൊക്കെ എടുത്ത് ചെക്ക് ചെയ്യപ്പോൾ എന്ത് നടക്കുന്നുണ്ടോ അതിന് എഴുതിയിരിക്കുന്നത് എല്ലാം നടക്കുവാണ്. നമ്മൾ ഉൽപ്പത്തി മുതൽ ഇതുവരെയും നോക്കിയ വെളിപാട് വരെ നോക്കുമ്പോൾ എഴുതപ്പെട്ട കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാപട്യമോ വഞ്ചനപരമായ കാര്യങ്ങളോ കള്ളം പറയുന്നതോ ഏതെങ്കിലും സ്വഭാവം എവിടെയുണ്ടെങ്കിലും നമ്മൾ ആരാ ചെയ്യും, നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. ഉടൻ തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ മാറ്റി നമ്മളെ ശുദ്ധീകരിക്കണം. വെളിപാട് 21-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, പാവം ചെയ്യുന്നവന് ഇനിയും പാവം ചെയ്യട്ടെ, ശുദ്ധമായിരിക്കുന്നവൻ ഇനിയും ശുദ്ധീകരിക്കട്ടെ. ഓരോ ദിവസവും ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ഓരോ ദിവസവും നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. ദൈവിക രാജ്യം അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലായിരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലായിരിക്കുന്നത്. ഇതൊരാത്മീയ മണ്ഡലമാണ്. നാം ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നെന്നും നാം അറിയുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത നമ്മൾ ശനിയാഴ്ച ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. നിങ്ങളൊന്നും ഭയപ്പെടേണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങൾക്ക് കർത്താവ് എല്ലാ നന്മകളും തരും. നമുക്കൊന്ന് കർത്താവിൻ്റെ വചനം കേട്ടു, നമ്മൾ കണ്ണടച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. നിന്റെ രാജ്യത്തിൻ്റെ സിസ്റ്റങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ പഠിക്കുന്നത്. നിന്റെ മക്കളുടെ ഹൃദയത്തിൽ അത് 30, 60, 100 മേനിയായി വിളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് നിറയെ ആവശ്യങ്ങളും വേദനകളും ഉണ്ട് കർത്താവെ, അതെല്ലാം എൻ്റെ യേശു മാറ്റി കൊടുക്കണം. ഇവരെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ദൈവരാജ്യത്തിൻ്റെ മക്കളായി മാറണം, സ്വർഗരാജ്യത്തിൻ്റെ മക്കളായി മാറണം. ഇവരെ മാനിക്കുകയും ഉയർത്തുകയും ചെയ്യണം. ഇവിടെ കുടുംബത്തെ അനുഗ്രഹിക്കണം, ഇവിടെ ചെയ്യുന്ന തൊഴിലിനെ അനുഗ്രഹിക്കണം, ഇവിടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കണം. ജോലിയില്ലാത്ത മക്കൾക്ക് കർത്താവെ നീ ജോലികളെ കൊടുക്കണം. നിന്റെ മക്കൾ ഒരിടത്തും തലകുനിയാൻ വിടാതെ തരത്തിൽ കർത്താവെ ഇവരെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദൈവ സിസ്റ്റം വഴി, വചനം വഴി കർത്താവെ വളർന്നു വരുവാൻ നിന്റെ മക്കൾക്ക് കൃപ കൊടുക്കണമേ. കർത്താവെ, ജ്ഞാനസ്ഥാനം എടുക്കേണ്ട മക്കൾ കറക്റ്റായിട്ട് നല്ലൊരു സഭ നീ കാണിച്ചു കൊടുക്കണം. എവിടെയും പോയി അവർ പറ്റിക്കപ്പെടാതെ കർത്താവിൻ്റെ വചനത്തിൽ വളർന്ന് ദൈവരാജ്യത്തിൻ്റെ മക്കളായി ഇരിക്കുന്ന നല്ലൊരു സഭകളെ ഇവർക്ക് കാണിച്ചു കൊടുക്കണം. അതാത് ഇടങ്ങളിൽ ഇവർക്ക് നല്ല ദൈവത്തെ ആരാധിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് സത്യത്തോടും നീതിയോടും ഇരിക്കുന്ന സഭകളെ ഈ മക്കൾക്ക് കാണിച്ചു കൊടുത്ത് അതിൽ ജോയിൻ ചെയ്ത് അവർ ജ്ഞാനസ്ഥാനം എടുത്ത് വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആരോഗ്യത്തെ എല്ലാം നീ കാത്തു പരിപാലിക്കണേ. സ്വർഗീയ നാഥന്റെ കരങ്ങൾ ഇവരെ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഓക്കെ, താങ്ക് യു.
ഗോഡ് ബ്ലെസ് യു.